സ്റ്റാർ മാജിക്കിന്റെ ആരാധകരെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഷോ അവസാനിപ്പിച്ചു എന്ന വാർത്ത. ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ പിന്മാറാൻ തീരുമാനിച്ചതോടെയാണ് സ്റ്റാർ മാജിക് തന്നെ അവസാനിപ്പിക്കുവാൻ ചാനൽ നേതൃത്വം തീരുമാനിച്ചത്. അനൂപ് ജോണിനൊപ്പം പിന്മാറിയവരിൽ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയും ഷോയുടെ അവിഭാജ്യ ഘടകമായി മാറിയ അനുമോളും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആഴ്ചകൾക്കിപ്പുറം ഇവർ മൂവരും ഒന്നിക്കുന്ന മറ്റൊരു പ്രോജക്റ്റിന് തുടക്കം കുറിക്കുകയാണ്. ചാനൽ അധികൃതരെ പോലും ഞെട്ടിക്കുന്ന പ്രൊമോ പുറത്തു വന്നതോടെയാണ് ഈ വാർത്ത ആരാധകരും അറിഞ്ഞത്. തന്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായകമായ ചുവടുവെപ്പിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ഷോയിൽ നിന്നും പിന്മാറിയത് എന്നാണ് അനൂപ് ജോൺ പറഞ്ഞിരുന്നത്. വൈകാതെ തന്നെ മറ്റൊരു വാർത്തയും നിങ്ങളെ തേടിയെത്തുമെന്ന് ലക്ഷ്മി നക്ഷത്രയും സൂചിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് സി കേരളം ചാനലിൽ പുതിയ പ്രൊമോ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. നടൻ ദിലീപും സുരാജ് വെഞ്ഞാറമൂടും എല്ലാം അണിനിരക്കുന്ന പ്രൊമോ വീഡിയോയാണ് സി കേരളം പുറത്തുവിട്ടിരിക്കുന്നത്. സൂപ്പർ ഷോ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഡിസംബർ 28 മുതൽ രാത്രി 9 മണിക്കാണ് ഷോ സംപ്രേഷണം ആരംഭിക്കുന്നത്. രസകരമായ ഗെയിമുകളും ഉല്ലാസകരമായ പ്രകടനങ്ങളും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ചാനൽ പരിപാടിയായ സ്റ്റാർ മാജിക്കിന്റെ നെടുന്തൂണായിരുന്നു ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോണും അവതാരകയായ ലക്ഷ്മി നക്ഷത്രയും. ഷോ സംപ്രേഷണം ചെയ്ത ഇക്കഴിഞ്ഞ 7 വർഷങ്ങളും ഷോയിൽ നിന്ന് നിരവധി താരങ്ങൾ പോവുകയും വരികയും ഒക്കെ ചെയ്തെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. ഷോയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും സ്റ്റാർ മാജിക്കിന്റെ വിജയത്തിനു വേണ്ടി കട്ടക്ക് നിന്ന വ്യക്തിയാണ് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ. അതേസമയം അനൂപ് പോകുന്ന വർഷം സ്റ്റാർ മാജിക് ഷോയുടെ റേറ്റിംഗിൽ വൻ ഇടിവ് സംഭവിച്ചേക്കുമെന്നും സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ടു നിർത്തുക എന്ന ചൊല്ലുപോലെ ഷോ അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഷോ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും അനൂപ് ജോൺ പിന്മാറുകയും ചാനലിന് തന്റെ ഔദ്യോഗിക രാജിക്കത്ത് നൽകിയതിന് പിന്നാലെയാണ് ചാനലിന്റെ ഭാഗത്തു നിന്നും ഷോ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത്. നിരവധി മിനി സ്ക്രീൻ താരങ്ങളെ പ്രേക്ഷകർക്ക് പ്രിയങ്കരാക്കിയ പരിപാടി കൂടിയാണ്. നിരവധി പേരാണ് ഈ പരിപാടി ഉപജീവന മാർഗമാക്കി മുന്നോട്ട് പോയിരുന്നതും. അന്തരിച്ച നടൻ കൊല്ലം സുധി അടക്കമുള്ള താരങ്ങൾ ഉയർന്നു വന്നത് സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു. 7 വർഷത്തോളം നീണ്ട തങ്ങളുടെ ജൈത്രയാത്രയാണ് സ്റ്റാർ മാജിക് ഇപ്പോൾ അവസാനിപ്പിച്ചത്. പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ടെലിവിഷൻ ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. തുടക്കത്തിൽ എം.ആർ. പടാർ എന്ന പേരിലായിരുന്നു ഷോ തുടങ്ങിയത്. പിന്നീട് പുതിയ ഭാവത്തിലും രൂപത്തിലും സ്റ്റാർ മാജിക് എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു. ഷോയിലൂടെ അറിയപ്പെടാതെ പോയ പല മിമിക്രി കലാകാരന്മാർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം വലിയൊരു ലോകമാണ് തുറന്നു കാട്ടിയത്. വർഷങ്ങൾ ഇത്രയുമായിട്ടും സ്റ്റാർ മാജിക് ഷോയുടെ റേറ്റിംഗ് എന്നും മുന്നിൽ തന്നെയായിരുന്നു. എങ്കിലും ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത തീരുമാനമാണ് ഷോ നിർത്താൻ കാരണമായത്. ഔദ്യോഗികമായി തന്നെ ചാനലിൽ നിന്നും ഇനി ഷോ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന തീരുമാനം വന്നതിനെ തുടർന്നാണ് സ്റ്റാർ മാജിക് നിർത്തുവാൻ തീരുമാനിച്ചത്.